ബോസ് ഹൗസിലേക്ക് പുതിയ 6 വൈൽഡ് കാർഡ് എൻട്രികൾ കൂടെ നടത്തിയിരിക്കുകയാണ്. ഇവരിനി ഹൗസിനുള്ളിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അതിനു മുന്നേ ഇന്നത്തെയും താരം ലാലേട്ടൻ തന്നെയാണ്. ജാൻമണിയുടെ അഹങ്കാരത്തെ കുറിച്ച് വൃത്തിയായി ചോദ്യം ചെയ്ത് ലാലേട്ടൻ വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് കയറിയിരിക്കുന്നു. അപ്പൊ ബിഗ് ബോസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പൊ ലാലേട്ടനാണെങ്കിൽ ആദ്യം തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നതിന് ശേഷം ഹൗസ് മെമ്പേഴ്സ് ആയ എല്ലാവരെയും അഡ്രസ് ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ ചോദിക്കുന്നത് പവർ ടീമിന്റെ ഈ ഒരു അധികാര ദുർവിനിയോഗമോ അല്ലെങ്കിൽ അവരുടെ അധികാരം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ചോദ്യമായിരുന്നു. അപ്പൊ എല്ലാവരും പൊതുവെ ഉള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ പവർ ടീമിനെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഇവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും പല കാര്യങ്ങളിലും അവർക്ക് കുറച്ച് അസംതൃപ്തി ഉണ്ടായിരുന്നു. അതായത് ഒന്നാമത് എടുത്ത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോ ആണ് പറഞ്ഞത്. അതായത് പണിഷ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഗബ്രി ചെയ്ത ഒരു വലിയ കുറ്റത്തിന് ചെറിയ പണിഷ്മെന്റ് കൊടുക്കുകയും അതുപോലെ പവർ ടീമിലെ ഒരു അംഗമായ തനിക്ക് തന്നെ ഒരു പണിഷ്മെന്റ് അവർ തന്നിരിക്കുകയാണ്. അതും വളരെ ചെറിയ കാര്യത്തിനാണ് പണിഷ്മെന്റ് തന്നിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് പക്ഷാഭേദമുണ്ട്. 3 അംഗങ്ങളാണ് പവർ ടീം അംഗങ്ങൾ ആയിട്ടുള്ളതെങ്കിലും 2 അംഗങ്ങള് ഒരുമിച്ച് നിന്നിട്ട് മൂന്നാമത്തെ ആളെ അറ്റാക്ക് ചെയ്യുന്ന പോലെ ഒരു മത്സരമായിരുന്നു അവിടെ നടന്നത് എന്നായിരുന്നു ജിൻഡോയുടെ അഭിപ്രായം. പിന്നീട് ഗബ്രി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ പവർ ടീം കൊള്ളാം, നല്ലതൊക്കെ ആയിരുന്നു, പക്ഷെ എന്നിരുന്നാലും അവരുടെ പവർ എങ്ങനെയാണ് അവര് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ല, അവരതിൽ ഒരുപാട് തെറ്റുകൾ വരുത്തി എന്നൊക്കെയാണ് പറയുന്നത്. ജാസ്മിനും അതേ അഭിപ്രായം തന്നെയാണ്. ജാസ്മിൻ പറയുന്നത് ഇപ്പം പവർ ടീമിൽ ഒരു അംഗം പോയി കുക്ക് ചെയ്യുക അല്ലെങ്കിൽ വീട്ടുപണികളൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പണികള് പവർ ടീമിലെ ഒരു അംഗം ചെയ്യേണ്ട ആവശ്യമില്ല. ക്യാപ്റ്റൻ അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് വീണ്ടും പറയാം. പിന്നെ ഈ ഒരു പവർ കിട്ടിയിട്ട് പണിയെടുക്കാനാണെങ്കിൽ പിന്നെ ആ പവറിന്റെ ഗുണം എന്താണ് എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത്. അപ്പൊ ജാസ്മിൻ പറഞ്ഞതൊരു ശരിയായിട്ട് എനിക്ക് തോന്നി, എന്നാലും എന്താണെന്ന് നമുക്കറിയില്ല. പിന്നീട് ഇതുപോലെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അതായത് ജാസ്മിന്റെ പുതിയ ക്യാപ്റ്റൻസിയെ കുറിച്ചാണ്. പുതിയ ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെട്ട ജാസ്മിനെ ഹൗസ് മെമ്പേഴ്സിനെ അഡ്രസ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം ജാസ്മിൻ വളരെ മനോഹരമായിട്ട് തന്നെ ജാസ്മിൻ എങ്ങനത്തുള്ള ഒരു ക്യാപ്റ്റൻ ആയിരിക്കും എന്ന് ഹൗസ് മെമ്പേഴ്സിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഒരുപാട് അധികാരങ്ങളുള്ള ഒരു ക്യാപ്റ്റൻ ആണ് ജാസ്മിൻ എന്ന് പറയുന്നത്. കാരണം ഇനി വരുന്ന പുതിയ വൈൽഡ് കാർഡ് എൻട്രീസും അതുപോലെ തന്നെ ഹൗസിലെ അംഗങ്ങളെയും എല്ലാവരെയും അടിപൊളിയായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ജാസ്മിന് ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ടീം ഫോം ചെയ്യാനും ജാസ്മിന് സാധിക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു അധികാരത്തെ സന്തോഷപൂർവ്വം തന്നെ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും എന്ന് പറഞ്ഞാണ് ജാസ്മിൻ ഏറ്റെടുത്തിരിക്കുന്നത്. പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ജാൻമണി, അതായത് ജാൻമണിയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളായിരുന്നു ചോദിക്കുന്നത്. ആദ്യം തന്നെ ജാസ്മിൻ പറയുന്നുണ്ട്, അതായത് ജാൻമണി എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഹൗസ് മെമ്പേഴ്സിനെ പ്രാകുന്നത് ഒരുപാട് കൂടുതലാണ്. വളരെ മോശമായിട്ടാണ് ജാൻമണി സംസാരിക്കുന്നതെന്നും അതായത് ബാക്കിയുള്ളവരെല്ലാം അവർക്ക് താഴെയാണ്, അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നത്തിന് പോലും ഭക്ഷണം കഴിക്കില്ല എന്നുള്ള ഒരു വാശിയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് ജാസ്മിൻ പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ലാലേട്ടനാണെങ്കിൽ ഇതുപോലെ ജാൻമണിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ജാൻമണി, ഇതാണോ സത്യം, നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരിക്കുവോ അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങനെ ശപിക്കുവോ ഒക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അത് വളരെ മോശം പ്രവർത്തനമാണ്, അങ്ങനെ ആരെയും ശപിക്കാൻ പാടില്ല, അങ്ങനെ ശപിക്കുന്നത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ ജാൻമണിയെ പറഞ്ഞതുപോലെ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ ജാൻമണി പറയുന്നത് ഞാൻ അങ്ങനെ ഒന്നും ശപിച്ചിട്ടില്ല ലാലേട്ട, മനസ്സ് കൊണ്ട് ചെയ്തതല്ല, പക്ഷെ ചില സമയത്ത് അബദ്ധങ്ങളിൽ വായിൽ നിന്ന് വീണ് പോയതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നീട് ശ്രീരേഖ പല പ്രാവശ്യം ശ്രീരേഖയാണെങ്കിൽ ജാൻമണിയുടെ ഈ ഒരു പ്രവൃത്തിയെ ചോദ്യം ചെയ്തത് തന്നെയാണ്. അപ്പൊ ശ്രീരേഖ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ജാൻമണി ആണെന്നുണ്ടെങ്കിൽ 3rd ക്ലാസ് പീപ്പിൾ എന്ന് പറഞ്ഞ ഹൗസ് മെമ്പേഴ്സിനെ അഡ്രസ് ചെയ്തു. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ ജാൻമണിയോട് ചോദിച്ച സമയത്ത് ജാൻമണി അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ജാൻമണി പറയുന്നത് വെച്ചാൽ ഞാൻ ലാലേട്ട അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഉള്ള 3rd ക്ലാസ് ഡ്രാമ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ അങ്ങനെ ക്ലാസ് ഡിഫൈൻ ചെയ്തൊന്നും ഞാൻ പറഞ്ഞില്ല. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ക്ലാസ്, നിങ്ങൾ അതെന്താണ് പറയാ. അപ്പൊ ജാൻമണി പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഹോട്ട് സീറ്റിൽ ജാൻമണി ഇരുത്തിയിട്ടായിരിക്കും എല്ലാവരും ഇങ്ങനെ ജാൻമണിക്കെതിരെയുള്ള ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ജാൻമണിയുടെ ക്യാപ്റ്റൻസി മോശമായിരുന്നു എന്ന് പറയും. അപ്പൊ ലാലേട്ടൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആദ്യം ക്യാപ്റ്റൻസി ഏറ്റെടുത്ത് വന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, അതായത് ഞാൻ ഹാപ്പി ആയിരുന്ന ഈ ഹൗസ് ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ എന്നെ എന്തെങ്കിലും ട്രബിൾ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ഞാൻ നല്ല അടിപൊളി ലെസൺ പഠിപ്പിക്കും, നിങ്ങൾക്ക് വേഴ്സ്റ്റ് ആയിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലാണ് ജാൻമണി ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത്. അതൊരു മോശമായ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ലാലേട്ടനും തോന്നി.
പിന്നീട് ഇതുപോലെ അർജുനോട് ഇതിന് ജാൻമണിയെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, അതായത് ജാൻമണിയാണെന്നുണ്ടെങ്കിൽ വെറുതെ ഞാനാണെങ്കിൽ നല്ല പണി കൊടുക്കും, പ്രസ് മീറ്റിംഗ് നടത്തി നല്ല പണി കൊടുക്കും, അവളെ ഞാൻ തീർത്ത് കളയും എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു ഡയലോഗ് അതായത് ആ ഒരു ഏരിയയിൽ ഇരുന്ന് ഇങ്ങനെ പറയുകയും ആ പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് ജാൻമണി ബോധം കെട്ട് വീഴുവാണ്. ബോധം കെട്ട് വീഴുന്നത് എടുത്തോട്ട് പോകുന്നത് അർജുനാണ്. പക്ഷെ അർജുൻ ഒരിക്കലും അതൊരു റിയൽ ആയിട്ടുള്ള ബോധം കെടലാണ് എന്ന് തോന്നുന്നില്ല എന്നൊരു കാര്യമാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് ഒരു നല്ല കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ജാൻമണിയുടെ ഒരു ചെറിയൊരു കളത്രം അവിടെ പുളിയാണ്. അങ്ങനെ ജാൻമണി എല്ലാവരും കൂടെ നല്ലതുപോലെ പൊരിക്കുന്നുണ്ട്. പിന്നെ അതിനെ കുറച്ച് ഇതും കൂട്ടാൻ വേണ്ടിയിട്ട് ലാലേട്ടനാണെന്നുണ്ടെങ്കിൽ ജാൻമണി പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഇതുപോലെ സ്ക്രീനിൽ പ്ലേ ചെയ്യാണ്. അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ പലരും മിസ് ചെയ്ത പല കാര്യങ്ങളും ജാൻമണി പറയുന്നതായിട്ട് ആ ഒരു വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ ജാൻമണി ആണെന്നുണ്ടെങ്കിൽ ആൾക്കാരെ ശപിക്കുന്നത്, അതേപോലെ റസ്മിൻ ബായിയെ കാലിനിടയിൽ കേറ്റു എന്ന് പറയുന്നത്, പിന്നെന്തുവാ ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ജാൻമണി നടത്തുന്നതായിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിലും ഭയങ്കര എന്താ പറയാ റൂഡായിട്ട് തോന്നിയത് അതെല്ലാം കൂടെ ഒരുമിച്ച് ആ ഒരു ക്ലിപ്സ് എല്ലാം ഒരുമിച്ച് കേൾക്കുന്ന സമയത്ത് ഭയങ്കര എന്താ പറയാ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അത്രയ്ക്കും കാര്യങ്ങളാണ് ജാൻമണി പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പ്രസ് മീറ്റിംഗ് വിളിച്ചു വരുത്തി ഞാൻ അവളെ ഇല്ലാണ്ടാക്കി കളയുമെന്നൊക്കെ പറഞ്ഞതൊക്കെ ഒരുപാട്, അതായത് അവരുടെ ആ ഒരു എന്താ പറയാ ആ ഒരു പവർ വെച്ചിട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു ഇത് നിലയും വിലയും വെച്ചിട്ട് ബാക്കിയുള്ളവരെ അല്ലെങ്കിൽ നശിപ്പിച്ച് കളയാമെന്നൊരു ഭാവം ജാൻമണിക്ക് ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവുകയാണ്. അപ്പൊ ഹൗസ് മെമ്പേഴ്സിൽ പലർക്കും, അതായത് നൂറയ്ക്കൊക്കെ പ്രത്യക്ഷമായും പരോക്ഷമായും ജാൻമണിയോട് നല്ല ദേഷ്യമുണ്ട്. നോറയെ കുറിച്ചാണല്ലോ പറഞ്ഞത് തേർഡ് ക്ലാസ് പീപ്പിൾ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ എല്ലാവരും ജാൻമണിക്കെതിരെ പ്രതികരിക്കുകയാണ്. പിന്നീട് ഇതുപോലെ ലാലേട്ടനാണെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ്. അപ്പൊ ആദ്യത്തെ വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് അഭിഷേകായിരുന്നു. അഭിഷേക് അടിപൊളി ഒരു മത്സരാർത്ഥിയാകും എന്ന് തന്നെ ഒരു പ്രതീക്ഷ എനിക്ക് ആ ഒരു ഇൻട്രോയിൽ നിന്ന് തന്നെ കിട്ടി. കാര്യം എനിക്ക് തോന്നുന്നു ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഇന്ന് വന്ന വൈൽഡ് കാർഡ് എൻട്രീസിൽ വെച്ചിട്ട് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു അഭിഷേക് ജയദീപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ആ ഒരു സംസാര രീതിയും. അതുപോലെ ഒരുപാട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ച് ഒക്കെ സംസാരിച്ചു. ചിലപ്പോൾ റിയാസ് സലീമിനെ പോലൊരു മത്സരാർത്ഥി ആയിരിക്കും ഈ പറഞ്ഞ അഭിഷേക് എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പക്ഷെ അത് ഹൗസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അഭിഷേക് എന്താ ഒരു ഗേ ആണ്. അതുപോലെ തന്നെ പൂനെയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു IT പ്രൊഫഷണൽ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് അച്ഛനുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ അദ്ദേഹം അറിയാൻ വേണ്ടിയിട്ടും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ LGBT കമ്മ്യൂണിറ്റിയെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഷോയിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനുശേഷം ലാലേട്ടനാണെങ്കിൽ ഒരു എന്താ ടാസ്ക് കൊടുക്കുകയാണ്. ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഹൗസിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മത്സരാർത്ഥി എന്ന് തോന്നിയ വ്യക്തിയെയും പറയുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്താക്കണം അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണം എന്ന് തോന്നുന്ന മത്സരാർത്ഥികളെ കുറിച്ച് പറയാനും പറയുന്നുണ്ട്. അപ്പൊ അഭിഷേക് ആണെങ്കിൽ വളരെ കൃത്യമായിട്ട് നല്ല മത്സരാർത്ഥി എന്ന് പറയുന്നത് അപ്സരയായിരിക്കും. അതുപോലെ തന്നെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജിൻഡോ, അതുപോലെ തന്നെ ജാൻമണി, അതുപോലെ തന്നെ മൂന്നാമത്തത് ഗബ്രി. ഇവരെ മൂന്നുപേരെയാണ്. ഇവർ മൂന്നുപേരെയും ഗെയിം ഭയങ്കര മോശമാണെന്ന് പറയുന്നുണ്ട്. ഒന്നാമത് ജാൻമണി പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് പറഞ്ഞ ഒരു ജെൻഡർ കാർഡ് ഉപയോഗിച്ച് അവിടെ അനാവശ്യങ്ങൾ പറയുന്നു. പിന്നെ വളരെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നാണ് അഭിഷേക് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജിൻഡോയെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വരുന്ന ഗബ്രിയെ കുറിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വരുന്ന സമയത്ത് വളരെ മോശമായ രീതിയിൽ പെരുമാറി അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞത് ഒരിക്കലും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല എന്നാണ് ഈ പറഞ്ഞ അഭിഷേക് പറയുന്നത്. അതുപോലെ ഗബ്രിയുടെ ഗെയിമും വളരെ മോശമാണ്. വൃത്തിയായിട്ടുള്ള സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ കുറിച്ച് അഭിഷേക് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഒരു കിടിലം മത്സരാർത്ഥി തന്നെയായിരിക്കും അഭിഷേക് എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട്. രണ്ടാമത്തെ മത്സരാർത്ഥിയെ വരുവാണെന്നുണ്ടെങ്കിൽ സിബിൻ ആയിരുന്നു. അദ്ദേഹം ഒരു DJ ആണ്. അപ്പം ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് തന്നെയാണ് അത്. ഏഷ്യാനെറ്റിന്റെ ഷോയിലൂടെ തന്നെ അദ്ദേഹത്തിന് നമ്മൾ സ്റ്റാർ മാജിക് ആണെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു ഷോയിലൂടെ തന്നെ നമ്മൾ അദ്ദേഹത്തെ ഇതിനു മുമ്പേ അറിയാം. അതുകൊണ്ട് തന്നെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ഫേസ് തന്നെയായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് ഞാൻ എന്താ ഗെയിം പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല വന്നിരിക്കുന്നത്, ഞാൻ ഒരു അടിപൊളിയായിട്ട് എന്റർടൈൻ ചെയ്യാൻ, അതായത് ബിഗ് ബോസ് ഹൗസിലെ എന്റർടൈൻമെന്റ് ഫാക്ട് മിസ് ചെയ്യുന്നു എന്ന് എനിക്കൊരു ഫീൽ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഹൗസിൽ വന്നിരിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞ
സിബിൻ പറയുന്നത്. പിന്നെ മൂന്നാമത് വരുന്ന വ്യക്തി എന്ന് പറയുന്നത് നന്ദനയാണ്. അപ്പൊ നന്ദന ഇത് വരെ വന്ന കോമണറിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു എന്താ പറയാ, ഒരു ശരിക്കും ഒരു കോമണർ ആയിട്ട് എനിക്ക് തോന്നിയത് നന്ദനെ തന്നെയാണ്. പുള്ളിക്കാരി ഒരു ഇൻസ്റ്റഗ്രാമർ ആണ്, ഒരു യൂട്യൂബർ ആണ്, ഡാൻസർ ആണ്. അപ്പം അടിപൊളിയായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി. പുള്ളിക്കാരി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വന്നൊരു കുട്ടി തന്നെയായിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചാൽ അച്ഛനില്ല, അമ്മ വീട്ടിൽ ജോലി ചെയ്തിട്ടാണ് നോക്കുന്നത്. ഇപ്പൊ പഠിക്കുന്നതിനൊപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് മറ്റ് വർക്കുകൾ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പം നന്ദനെ സംബന്ധിച്ചിടത്തോളം നന്ദനയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടുന്ന് ടാർഗറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ജാസ്മിൻ ആണ്. ജാസ്മിൻ പറയുന്ന, അതായത് ഗബ്രിയുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമാണെന്നും അത് നാട്ടുകാരെ കാണുന്ന ഒരു ഷോയെ അങ്ങനെ പറയാൻ പാടില്ല എന്നുമാണ് ഈ പറഞ്ഞ നന്ദന പറയുന്നത്. അതുപോലെ തന്നെ മോശം ഗബ്രിയുടെ കാര്യങ്ങളും മോശമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഋഷി, അൻസിബ എന്നിവര് സേഫ് ഗെയിം കളിക്കുന്നു എന്നുള്ളൊരു കാര്യവും നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അപ്സരയാണ് ഈ പറഞ്ഞ നന്ദനയുടെ ഫേവറേറ്റ് ഗെയിമർ ആയിട്ട് തോന്നിയിരിക്കുന്നത്. അപ്പൊ സിബിൻ ആണെങ്കിലും ആദ്യം വന്ന അഭിഷേക് ആണെങ്കിലും നന്ദനയാണെങ്കിലും 3 പേരും മികച്ച മത്സരാർത്ഥി എന്ന് പറയുന്നത് അപ്സരയാണ്. പിന്നീട് ഇതുപോലെ അടുത്തത് വരുന്നത് ഒരാളെന്ന് പറയുന്നത് ശ്രീകുമാർ ആണ്. ശ്രീകുമാർ രണ്ടാമത്തെ ശ്രീകുമാർ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന ഒരു അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെയോ വിവാദങ്ങൾ നടന്നു, എനിക്ക് പേഴ്സണലി അറിയില്ല, പക്ഷെ എന്തൊക്കെയോ വിവാദങ്ങൾ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്ററി അവിടെ സ്റ്റിൽ നിൽക്കുവാണ്. അപ്പൊ അദ്ദേഹം ഒരു ആക്ടറാണ്, ബിസിനസ് ഒക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. പക്ഷെ ഒരു മികച്ച മത്സരാർത്ഥി ആകുമോ എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ബിഗ് ബോസ് പ്രഡിക്ഷനുകൾ നടത്തിയ സമയത്ത് ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്ന പേരാണ് പൂജ കൃഷ്ണ. അപ്പൊ പൂജ കൃഷ്ണയായിരുന്നു അടുത്ത ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത്. പൂജ കൃഷ്ണ ഒരു ആങ്കർ ആണ്, എന്റർടൈനർ ആണ്. എപ്പോഴും ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെല്ലാം ഒരു സ്മൈലിംഗ് സ്റ്റാർ എന്നൊക്കെ ഒരു നിക് നെയിം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ പുള്ളിക്കാരുടെ മെയിൻ എയിം ഹൗസിലേക്ക് വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റർടൈൻമെന്റ്, അത് തന്നെയാണ് ഒരു ഫാക്ടർ എന്ന് ഈ പറഞ്ഞ പൂജ കൃഷ്ണ പറയുന്നുണ്ട്. പൂജ കൃഷ്ണ ഒരു നല്ല അടിപൊളി ഡാൻസർ ആണ്. അതുപോലെ സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് തന്നെയാണ്. എന്റർടൈൻ ചെയ്യുക എന്നതാണ് പുള്ളിക്കാരുടെ ലക്ഷ്യം എന്നും പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി എന്ന രീതിയിൽ പറയുന്നത് ഋഷിയാണ്. കാരണം ഋഷി ഫ്രണ്ട്ഷിപ്പിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നി എന്നാണ് പൂജ കൃഷ്ണ പറയുന്നത്. പിന്നെ ടാർഗറ്റ് ചെയ്യാൻ തോന്നിയത് ഈ പറഞ്ഞ പോലെ ജിൻഡോയെയും അതുപോലെ തന്നെ ജാസ്മിനെയും വൃത്തി ഭയങ്കരമായിട്ട്, ഈ പറഞ്ഞ നന്ദനയാണെങ്കിലും അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും പൂജാകൃഷ്ണയും പറഞ്ഞൊരു കാര്യമാണ് വൃത്തി എന്ന് പറയുന്നത്. അപ്പൊ വൃത്തി ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. പിന്നെ പൂജാകൃഷ്ണ പറഞ്ഞു ഇറിറ്റേറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് അങ്ങനെ ഇറിറ്റേറ്റ് ആയി കഴിഞ്ഞാൽ ദേഷ്യം വരുന്നൊരു ടൈപ്പ് ആണെന്ന് പൂജാകൃഷ്ണ പറയുന്നുണ്ട്. ലാസ്റ്റ് വൺ ആയിരുന്നു സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. അപ്പൊ സായി കൃഷ്ണയും ഇതുപോലെ ഒരുപാട് പ്രെഡിക്ഷൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള ഒരു പേര് തന്നെയാണ്. അപ്പൊ സായി കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം എന്താ ഒരുപാട് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം ആ ഒരു ഇമേജിലല്ല നിൽക്കുന്ന ഒരു അദ്ദേഹത്തിന് ആ ഒരു ഇമേജ് ഒക്കെ മാറ്റി ഫുൾ ഒരു മേക്ക് ഓവർ ഒക്കെ കഴിഞ്ഞിട്ടാണ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം നല്ല അടിപൊളിയായിട്ട് കളിക്കുമോ എന്നൊന്നും നമുക്ക് അറിയില്ല. അപ്പം ഏറ്റവും നല്ലൊരു പ്ലെയർ ആയിട്ട് ഈ പറഞ്ഞ സായി കൃഷ്ണയ്ക്ക് തോന്നുന്നത് ഗബ്രി ആണെന്ന് പറഞ്ഞു. അത് ഗബ്രി ആണെന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് ഒരിക്കലും ഗബ്രി ഒരു നല്ല പ്ലെയർ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ ഗബ്രിയാണ് നല്ലത്, അതുകൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നതും ഗബ്രിയെ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ ഈ വന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ പൊട്ടിക്കണം, അതുപോലെ തന്നെ പുതിയ ടീമുകൾ ഉണ്ടാക്കണം എന്നൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങളും, അതായത് 10-25 ദിവസങ്ങളിൽ ഹൗസിനുള്ളിൽ എന്താ നടന്നത് എന്ന് വ്യക്തമായി കണ്ട് മനസ്സിലാക്കി ഒരു ഗെയിം പ്ലാനോടെ വന്നിരിക്കുന്നവരാണ് എല്ലാവരും എന്ന് തന്നെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നുന്നത്. അപ്പൊ അവരെല്ലാവരും നാളെ ആയിരിക്കും ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നെ ഹൗസിൽ പോയിട്ട് ലാലേട്ടൻ എല്ലാവരെയും അഡ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനിടയ്ക്ക് എപ്പിസോഡിനിടയ്ക്ക് ലാലേട്ടൻ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അതിനെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പലരും, അതായത് ഈ ഇടയ്ക്ക് എന്താ ശരണ്യയും ഋഷിയും തമ്മിലുണ്ടായ ഒരു പ്രശ്നമൊക്കെ ലാലേട്ടൻ അഡ്രസ് ചെയ്യാണ്. അപ്പൊ ശരണ്യ പറയുന്നത് ഋഷി അങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, ഞാൻ ഒരിക്കലും ഋഷിയെടുത്ത് പോയിട്ട് ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, ശരിക്കും അവരെ രണ്ടുപേരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം, അവർ ജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ പറയാണ്. അപ്പൊ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് ജിൻഡോ പറയുന്നത് എനിക്ക് ഈ ഹൗസിൽ ഒരു ഫ്രണ്ടും ഇല്ല, എനിക്ക് അങ്ങനെ ഫ്രണ്ട് വരണമെന്ന് താല്പര്യവുമില്ല, ഇവിടുന്ന് അങ്ങനെ ആത്മാർത്ഥമായ ഒരു സുഹൃത്തിനെ കിട്ടാം എന്നൊരു പ്രതീക്ഷയൊന്നും എനിക്കില്ലെന്നാണ് ജിൻഡോ പറയുന്നത്. മൂന്നാമതായിട്ട് നോറയോട് ചോദിക്കുമ്പോൾ നോറ പറയുന്നത് അത് തന്നെയാണ് നോറയുടെ അഭിപ്രായം, ഒരു നല്ല ഫ്രണ്ട് ഒന്നും ഇല്ല, പക്ഷെ കൂടുതൽ ട്രസ്റ്റ് ചെയ്തത് റസ്മിനെ ആണെന്ന് പറയുന്നുണ്ട്. അവരെ ഒരുമിച്ച് നടക്കുന്നതും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത്രയും കൊണ്ട് അതായത് ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിന്റെ ആ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നാളെ മുതൽ എല്ലാ വിശേഷങ്ങളും അറിയാൻ വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ ബൈ.